السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. മഹത്തായ ഈ സംരംഭത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വിവിധ മേഖലകളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു പൈതൃക ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ ഫാരിസി എന്ന് പറയുന്ന വിഷയം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വിവിധ മേഖലകളിൽ പാരമ്പര്യ ഉലമാക്കളും അതേപോലെ സൂഫിവര്യന്മാരും അവർക്കൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ പേർഷ്യൻ ഭാഷയിലുള്ളതായി കാണാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൂഫിസത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും ഒക്കെയാണ് ഈ ഒരു ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാവുന്നത്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വന്ന സൂഫിവര്യന്മാരുടെയൊക്കെ രചനകളിൽ പേർഷ്യൻ ഭാഷയിലുള്ള നിരവധി ഗ്രന്ഥങ്ങൾ, അതും ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളല്ല, മറിച്ച് ഒരുപാട് അവരുടെ ആ ഒരു ആത്മീയ അനുഭവങ്ങളും അതേപോലെ അവരുടെ തത്വങ്ങളും ഒക്കെ അടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ ആ മഹാരഥന്മാരൊക്കെ രചിച്ചിട്ടുണ്ട്. ഖ്വാജാത്തങ്ങളുടെ തന്നെ 10ഓളം പേർഷ്യൻ ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് ചെറിയൊരു വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ ഗുരുവായിരുന്ന ഖ്വാജ ഉസ്മാൻ ഖവാനിയുടെ മൽഫൂദാത്തുകൾ, അദ്ദേഹത്തിന്റെ വാമൊഴികൾ ക്രോഡീകരിച്ച അനീസുൽ അർവാഹ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം. അതേപോലെ പിന്നീട് ഇങ്ങോട്ട് ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഫൈസി ദഹ്ലവി ആണെങ്കിലും അതേപോലെ ബാബാ ഫരീദുദ്ദീൻ ഗർജേഷിക്കാണെങ്കിലും നിസാമുദ്ദീൻ ഔലിയ ആണെങ്കിലും അവർക്കൊക്കെ അവരുടെ മൽഫൂദാത്തുകളും അല്ലെങ്കിൽ അവരുടെ മക്തൂബാത്തുകളും അവരുടെ വാമൊഴികളും അതുപോലെ തന്നെ വരമൊഴികളും ഫാരിസി ഭാഷയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിസാമുദ്ദീൻ ഔലിയയുടെയൊക്കെ ഫവാഹിദുൽ ഫുഹാദ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം പ്രത്യേകിച്ച് ഇന്ത്യയിലെ സൂഫിസത്തിന്റെ അല്ലെങ്കിൽ ചിസ്തി സൂഫി സരണിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പിന്നീട് ഇങ്ങോട്ട് പിന്നെ ഗുൽബർഗയിൽ അന്വേഷണം കൊള്ളുന്ന ചിസ്തി സിൽസിലയിൽപ്പെട്ട ഒരു മഹാനായ സൂഫിയനാണ് ബന്ദാനവാസ് എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹത്തിലൊക്കെ 100-ൽ പരം ഗ്രന്ഥങ്ങൾ പേർഷ്യൻ ഭാഷയിലുണ്ട് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും പ്രവിശാലമായ ഒരു അറിവിന്റെ മഹാപ്രപഞ്ചം ഈ ഭാഷയിലുണ്ടെങ്കിൽ പൊതുവെ ആ മേഖലകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കാറില്ല. പിന്നെ ഒരു കാരണം ആ ഭാഷ നമുക്ക് അന്യായമായി പോയി എന്നതാണ്. ഒരു ഭാഷ സ്വാഭാവികമായും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അതിൽ വിരചിതമായ അത്രയും വിജ്ഞാനീയങ്ങൾ, അറിവുകൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതൊക്കെ ചെറിയ രൂപത്തിൽ വായിച്ചെടുക്കാൻ, അത് മനസ്സിലാക്കിയെടുക്കാനൊക്കെയുള്ള ഒരു ചെറിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങൾക്കൊക്കെ നന്ദിയും. ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കീമിയായ സഅദത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു പേർഷ്യൻ ഗ്രന്ഥമാണ്. ഗസാലി ഇമാം നമുക്കറിയാം ധാരാളം കിതാബുകൾ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. അതിലെ അറബിയിലുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. ഫാരിസി ഭാഷയിലും ഗസാലി ഇമാമിലും ഗ്രന്ഥങ്ങൾ.
അത് വേറെയും പല മഹാന്മാരും അറബിയോടൊപ്പം തന്നെ പേർഷ്യൻ ഭാഷയിലും ഗ്രന്ഥങ്ങൾ രചിച്ചതായി കാണാൻ പറ്റും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനൊക്കെ ഫാരിസി ഭാഷയിലും കൃതികൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗസാലി ഇമാമിന്റെ കീമിയായ സഅദത്ത്, പലപ്പോഴും കീമിയ ഉസ്സഅദ എന്ന പേരിൽ പല പതിപ്പുകളും നാം കാണാറുണ്ട്. ഗസാലി ഇമാമിന് തന്നെ അറബി ഭാഷയിലും ഒരു കീമിയ ഉസ്സഅദ ഉണ്ട് എന്നാണ് ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ അബ്ദുറഹ്മാൻ ബദവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം മുഅല്ലഫാത്തുൽ ഗസാലി എന്ന പേരിൽ അറബി ഭാഷയിൽ ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് മാത്രം ഒരു പഠനം നടത്തി. അപ്പൊ അതിൽ ഗസാലി ഇമാമിൻ്റെതാണെന്ന് ഉറപ്പുള്ള ഗ്രന്ഥങ്ങൾ, ഗസാലി ഇമാമിൻ്റെതാണ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായി തിരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുറഹ്മാൻ ബദവി ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കീമിയായ സഅദത്തിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഗസാലി ഇമാമിന് തന്നെ 2 കീമിയ സഅദ ഉണ്ട്. ഒന്ന് അറബി ഭാഷയിൽ ഒരു ചെറിയ സ്വതയം, വളരെ ചെറിയ ഒരു കൈപുസ്തകം എന്നൊക്കെ പറയും. അത് പിന്നെ നമ്മൾ അറബിയിൽ കീമിയ സഅദ എന്ന് നെറ്റിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാനും കുറഞ്ഞ പേജുകളുള്ള ഒരു കീമിയ സഅദ. എന്നാൽ ഫാരിസി ഭാഷയിൽ അദ്ദേഹത്തിന് ഒരു വലിയ കബീറായ ഒരു കീമിയ സഅദത്തുണ്ട്. അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ലോകത്തെ എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ അബ്ദുറഹ്മാൻ ബദവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നു. അപ്പോൾ കീമിയ സഅദത്ത് എന്ന പേരിൽ നമുക്ക് പല ഭാഷകളിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഇതൊക്കെ സമ്പൂർണ്ണമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്ന പേരിൽ ഇതിൻ്റെ ഒരു പരിഭാഷ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സമ്പൂർണ്ണമല്ല. ഇതിൽ നിന്നുള്ള ഏതാനും ചില ചാപ്റ്ററുകളുടെ പരിഭാഷ മാത്രമാണ് അതിലുള്ളത്. ഇതിൻ്റെ സമ്പൂർണ്ണമായ പരിഭാഷ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന കീമിയായ സഅദത്ത് തുർക്കിയിൽ വെച്ച് പബ്ലിഷ് ചെയ്യപ്പെട്ട ഏകദേശം 900ഓളം പേജുകൾ വരുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ്. ഇതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇതുപോലെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ സ്ക്രീനിലും അതിൻ്റെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഭാഗം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഏകദേശം 900ഓളം പേജുകൾ വരുന്ന വലിയ ഒരു ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ശരിക്കും പറഞ്ഞാൽ കീമിയായ സഅദത്ത്. ഇത് ശരിക്ക് പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിന്റെ ഏകദേശം വിഷയങ്ങളിലൊക്കെ അതിനോട് സമാനമായ പല ഭാഗങ്ങളും പിന്നെ അതിലുള്ള വിഷയങ്ങൾ തന്നെ പറയുന്ന ഒരു രീതിയാണ് കീമിയായ സഅദത്ത്. പക്ഷേ ഇഹ്യയിൽ നിന്ന് വ്യത്യസ്തമായി പല ചർച്ചകളും അതേപോലെ ശൈലി, ഭാഷ, ഉദാഹരണങ്ങൾ, അതിലൊക്കെ വ്യത്യാസങ്ങളും കീമിയായ സഅദത്ത് വെച്ച് പുലർത്തുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ നേരെ പരിഭാഷയല്ല കീമിയായ സഅദത്ത്. കീമിയായ സഅദത്ത് എന്നത് ഗസാലി ഇമാം സ്വതന്ത്രമായി എഴുതിയ ഗ്രന്ഥമാണ്. എന്നാൽ അതിലെ വിഷയങ്ങളും ചർച്ചകളൊക്കെ ഏകദേശം ഇഹ്യാ ഉലൂമുദ്ദീനോട് സമാനമാകുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇഹ്യാ ഉലൂമുദ്ദീൻ 4 ഇസ്മുകളായിട്ടാണ് ഗസാലി ഇമാം രചിച്ചിട്ടുള്ളത്. ഇബാദാത്ത്, അതേപോലെ മുആമലാത്ത്, പിന്നെ മുഹ്ലിക്കാത്ത്, മുൻജിയാത്ത്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ ചെയ്യുന്ന പിന്നെ ഇബാദത്തുകളുടെ നിസ്കാരം, നോമ്പ്, അതിൻ്റെയൊക്കെ അസ്റാറുകൾ, അതിൻ്റെ അന്തർരഹസ്യങ്ങൾ. അതേപോലെ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കച്ചവടം, അതേപോലെ വിവാഹം, മുആമലാത്ത്, അതുപോലെയുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ മനുഷ്യനെ ജീവിതത്തിൽ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന സ്വഭാവ ഘടകങ്ങളെ കുറിച്ചൊക്കെയുള്ള മുഹ്ലിക്കാത്ത്, അതുപോലെ മുൻജിയാത്ത്. ഇതാണ് ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ ഒരു ശൈലി. ഏകദേശം അതിന് സമാനമായ ഒരു ശൈലി തന്നെയാണ് പിന്നെ കീമിയായ സഅദത്തിൽ കാണുന്നത്. തുടക്കത്തിൽ
ഉൻവാൻ എന്ന പേരിൽ ഒരു 4 ഉൻവാനുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ശനാഫ്തനെ നഫ്സ് എന്ന് പറയും. നോ അവർ സെൽഫ്സ്, നമ്മുടെ സ്വന്തം സെൽഫിനെ തിരിച്ചറിയുക. പിന്നെ ശനാഫ്തനെ ഹഖ് തആല, അല്ലാഹുവിനെ തിരിച്ചറിയുക. പിന്നെ മാരിഫത്തെ ദുനിയാവിനെ തിരിച്ചറിയുക. പിന്നെ മാരിഫത്തെ ആഖിറത്ത്. ഇങ്ങനെ 4 ഉൻവാനുകൾ ആദ്യം പറയുന്നു. ഉൻവാനെ അവൽ, ഉൻവാനെ ദുഃഖം, ഉൻവാനെ സിബ്, ഉൻവാനെ സഹാബ്. ഈ 4 ഉൻവാനുകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദാത്തിന്റെ ഒരു ഭാഗം, അതിന് റുക്കിനെ എന്നാണ് പറയുന്നത്. റുക്കിനെ ഇബാദാത്ത്, പിന്നെ റുക്കിനെ മുആമലാത്ത്, പിന്നെ റുക്കിനെ മുഹ്ലിക്കാത്ത്, റുക്കിനെ മുജിയാത്ത്. ഇങ്ങനെയാണ് ഈ കിതാബിന്റെ ഒരു ഘടന പോകുന്നത്. അപ്പോ അതിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഹ്യാഉലുദ്ദീനിലുള്ള പല ഭാഗങ്ങളും ഇതിലില്ല, ഇതിലുള്ള പല ഭാഗങ്ങളും ഇഹ്യാഉലുദ്ദീനിലില്ല. എന്നാൽ വിഷയത്തിലും അതേപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇഹിയയോട് ഏറ്റവും കൂടുതൽ പിന്നെ സദൃശപ്പെട്ട് കിടക്കുന്ന ഞാൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 900 പേജുകളുള്ള ഈ ഒരു ഗ്രന്ഥം മുഴുവനായും വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന്റെ ചെറിയൊരു തബറുക്കിന് വേണ്ടി, ഒരു പഠിത്തത്തിനെല്ലാം വേണ്ടി അതിന്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ വായിക്കുക. പിന്നെ അതിലൂടെ റഷ്യൻ ഭാഷയിലേക്ക് കൂടെ കടന്നു ചെല്ലുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ വായിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ അതിന്റെ ഒരു അന്തസത്ത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഫാരിസി ഭാഷ കൂടെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിന്റെ ഇമാമിന്റെ ആ ഒരു ഫാരിസി സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, ഒരു ആത്മീയ വശം പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സാഹിതീയ വശം കൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഫാരിസി ഭാഷ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഗസാലി ഇമാം അറബി ഭാഷയിൽ വലിയ സാഹിത്യ ഭംഗിയോടുകൂടെയാണ് ഇഹ്യാഉലുദ്ദീൻ എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫാരിസി ഭാഷയിൽ വല്ലാത്ത ഒരു കഴിവ് നല്ല സാഹിത്യ സമ്പുഷ്ടമായ രൂപത്തിൽ തന്നെ വളരെ ഒഴുകുന്ന ആ ഒരു ഭാഷയിൽ ഫാരിസി ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ കിതാബ് രചിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ ഓരോ വരിയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു PDF കിതാബ്. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. തുർക്കിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെട്ട ഇനിയായ സാഹിത്യത്തിൻ്റെ കോപ്പിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഓരോ ഇബാറത്തുകളും വായിച്ച് അത് പിന്നെ മുടിനാരിഴകേറിയിട്ടുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു ഭാഷയുടെ പ്രാധാന്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഗസാലി ഇമാമിന്റെ ചിന്തകൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നത് അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശരിക്കും ഞാനൊരു ക്ലാസ്സിങ്ങനെ എടുക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അഡീഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സദസ്സ് നമുക്ക് പിരിയാം. ഏതായാലും നല്ല ഒരു അനുഗ്രഹമുള്ള ഒരു സദസ്സായി ഇതിനെ ഇതിന്റെ ആമുഖത്തിലുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ഉൻവാനെ അഫ്വൽ 4 ഉൻവാനുകളാണ് തുടക്കത്തിലുള്ളത് എന്ന് പറഞ്ഞു. നിങ്ങളെ ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ ഫുള്ളായിട്ട് കാണുന്നില്ല. അതായത് 8 ചാപ്റ്ററുകളാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ കയ്യിൽ ലഭിച്ച ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അതിൽ നോ യുവർ സെൽഫ്, അതേപോലെ നോ ഗോഡ്, ദിസ് ഗോഡ്. അപ്പോൾ നമ്മുടെ സ്വന്തത്തെ തിരിച്ചറിയുക, അല്ലാഹുവിനെ തിരിച്ചറിയുക, ഈ ലോകത്തെ തിരിച്ചറിയുക, പിന്നെ പരലോകത്തെ തിരിച്ചറിയുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 നിർബന്ധമായ ഘടകങ്ങളാണ്
നമ്മുടെ സ്വന്തം ശരീരത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമ്മളെ ഞാൻ ആരാണ് എന്ന ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ റബ്ബിനെ അള്ളാഹുവിനെ തിരിച്ചറിയാം. പിന്നെ നാം ജീവിക്കുന്ന ഈ ലോകം അത് എന്താണ് എന്ന് തിരിച്ചറിയാം. ഈ ലോകത്തിന് അപ്പുറത്തുള്ള പരലോകം അത് തിരിച്ചറിയാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ഉൻവാൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആമുഖം നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് വായിക്കാം. വായിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഫാരിസി ഭാഷ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഗസാലി ഇമാമിന്റെ പിന്നെ പേർഷ്യൻ സാഹിത്യത്തിലുള്ള ഒരു കഴിവുകൂടെ ഉൾക്കൊള്ളാൻ കഴിയും. ഏതായാലും ഞാൻ ഓരോന്ന് വായിച്ചിട്ട് അതിന്റെ മലയാളവും പിന്നെ അതിന്റെ വിശദീകരണം പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പിന്നെ ആമുഖം എന്ന നിലയിൽ ഇതിന്റെ ഒരു പത്തിമ കൊടുത്ത അതിന്റെ ആമുഖത്തിലെ കുറച്ച് കാര്യങ്ങളാണ് വായിക്കുന്നത്. PDF കയ്യിലുള്ള ആളുകളുണ്ടെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്ക്രീനിൽ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ട ഭാഗം നോക്കിയാലും മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി ഫിഖത്തി शुक्रो सिपा से फरावान बेअददे सितारे आसमान व क़त्रे बारान व बरगे दरख्तान व रीगे बयाबान ज़र्राए ज़मीन व आसमान. അത് പിന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി നമ്മൾ ഏത് കിതാബിന്റെയും തുടക്കത്തിൽ ഹംദും സലാത്തും ഒക്കെ ചൊല്ലാറുണ്ടല്ലോ. അപ്പൊ അത് വളരെ മനോഹരമായ രൂപത്തിൽ ഫാരിസി ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. ശുക്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നന്ദി. അതേ അർത്ഥം തന്നെയാണ് സിപ്പാസ് എന്ന വാക്കിലും ഫാരിസി ഭാഷയിൽ. സിപ്പാസ് എന്ന് പറഞ്ഞാൽ നന്ദി, ഹംദ് എന്നൊക്കെയാണ്. ഫറാവാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ, കസീർ അതിലെ ധാരാളം എന്നർത്ഥമാണ് ഫറാവാൻ. അപ്പൊ ശുക്രോ സിപ്പാസെ ഫറാവാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ശുക്രൻ ഗസീറൻ ഹംദൻ ഗസീറൻ എന്ന് പറയാം. ധാരാളം നന്ദിയും ധാരാളം ശുക്രും. അത് ബിഅദദ സിതാരയെ ആസ്മാൻ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം കണക്കെ. ആസ്മാൻ നമ്മൾ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ പ്രയോഗിക്കാറുണ്ട് ആസ്മാൻ. അപ്പോൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം കണക്കെ ഹംദും ശുക്രും. അതേപോലെ ഖത്രയെ ബാറാൻ. ബാറാൻ എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് ഫാരിസി ഭാഷയിൽ അർത്ഥം. ഉറുദുവിൽ ബാരിഷ് എന്ന് പറയും. ശരിക്കും ഈ ബാരിഷ് എന്ന പദം വരുന്നത് ഫാരിസി ഭാഷയിലുള്ള ബാരീദൻ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ്. ബാരീദൻ എന്ന് പറഞ്ഞാൽ വർഷിക്കുക, പെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ബാറദ്, ബാരീദൻ, ബാറദ് വർഷിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. പല പേർഷ്യൻ കവിതകളിലൊക്കെ ഈ വാക്ക് പ്രയോഗിച്ചതായി കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഫാരിസി ഭാഷയിലെ വളരെ അറിയപ്പെട്ട ഒരു ദാർശനിക കവിയാണ് ആരിഫ് ജാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലുണ്ട്, ആശിക്കെ സാബിത് ഖദം ആങ്കസ് ബുവദ് കിസ്ബു യദൂസ് റോന ഗർദാനത് അഗർ ശംശീർ ബാറദ് ബർസറഷ്. ജാമി പിന്നെ ഒരു യഥാർത്ഥ ആശിക്കിനെ, അതായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹബ്ബ് ആരായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലൂടെ പറയുകയാണ്. ആശിക്കെ സാബിത് ഖദം പിന്നെ തലയിൽ ഇങ്ങനെ വാളുകൾ വർഷിച്ചാലും തന്റെ മഴശൂക്കിന്റെ സദസ്സിൽ നിന്ന് പോകാതെ അവിടെ തന്നെ ഇരിക്കും. അപ്പോ താൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ തുരുതുരാ വെട്ടിയാലും വാളുകൾ തന്റെ തലയിലൂടെ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നാലും ഞാൻ നിന്നെ ഒഴിവാക്കൂല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനാണ് യഥാർത്ഥ ആശിഖ്. ആരിഫ് ജാമി അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം പ്രയോഗിച്ചത് ശംഷീർ ബാറദ്, വാളുകൾ വർഷിക്കുക എന്നാണ് ആ ബാറദ് എന്ന പദത്തിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഉറുദുവിൽ ബാരിഷ് എന്ന് പറയുന്ന ആ ഒരു പദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതാണ് ഗസാലി ഇമാം ഇവിടെ പ്രയോഗിച്ച ബാറാൻ, ഖത്രയെ ബാറാൻ. പിന്നെ ബർഗെ ദറഖ്താൻ. ദറഖ്ത് നമുക്കറിയാം വൃക്ഷം എന്നാണ്. ബർഗ് എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്. അറബിയിൽ വറഖ് എന്ന് പറയുന്ന ആ വാക്കാണ് ഫാരിസി ഭാഷയിലേക്ക് ബർഗ് എന്നാണ്. ഈ ഭാഷകളിലൊക്കെ ഒരു പിന്നെ പദപരമായ ഒരു സാദൃശ്യം നമുക്ക് പലതിലും കണ്ടെത്താൻ പറ്റും. വറഖാണ് ബർഗ് ആയി മാറിയത്.
പക്ഷേ മലയാളത്തിലെ വിറക് എന്നത് അതിൽ നിന്ന് വന്നതാകാം. ഈ ഭാഷകളിൽ നിങ്ങൾക്കാണെങ്കിൽ പഠനം നടത്താവുന്നതാണ്. അപ്പോൾ ദർഗെ ദർഖ്താൻ, ദർഖ്ത് എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ്. അതിന്റെ ബഹുവചനാണ് ദർഖ്താൻ. അവസാനങ്ങളിലെ അലിഫും നൂനും ചേർക്കുമ്പോൾ ബഹുവചനമായി മാറും. അങ്ങനെയാണ് ദർഖ്ത് എന്നതിന്റെ ബഹുവചനം ദർഖ്താൻ എന്നായി മാറും. അപ്പോൾ റീഗെ ബയാബാൻ, ബയാബാൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. റീഗ് എന്ന് പറഞ്ഞാൽ മണൽത്തരി. അപ്പോൾ മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം കണക്കുകയും ആകാശഭൂമികളിലുള്ള ഓരോ സർറകൾ, ചെറിയ കുടുംബികളുടെ എണ്ണം കണക്കുകയും അള്ളാഹുവിനാണെന്നാണ് ഇനി പറയുന്നത്. ലില്ലാഹി എന്നാണ് ആ വാക്കില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു. റാ എന്ന് പറയുന്നത് ഫാരിസി ഭാഷയിൽ മഫ്ഊലിന്റെ അലാമത്തായി അല്ലാഹുവിനാണെന്ന് പറയുന്നത്. ലില്ലാഹി എന്ന ആ ഒരു അർത്ഥത്തിലാണ്. അതായത് റാ എന്ന് പറയുന്ന മഫ്ഊലിന് കെ എങ്ങനെയുള്ള അല്ലാഹുവാണ്? യഗാനകി സിഫത്തെ ഉപസ്ഥ, ഏകത്വം. യഗാനകി എന്ന് പറഞ്ഞാൽ ഏകത്വം, തൗഹീദാണ് അവന്റെ സിഫത്ത്. അങ്ങനെയുള്ള അല്ലാഹുവിനാണ് ശുക്റും അതേപോലെ ഇത് ഞാൻ ചെറിയ രൂപത്തിൽ വിശദീകരിച്ച് അങ്ങനെ പോവുകയാണ്. ഇതിന്റെ ഓരോ വാക്കുകളുടെയും കൃത്യമായ അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ അർത്ഥതലങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ച് നമ്മൾ ഫാരിസി ഭാഷയുടെ ബേസിക് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു കോഴ്സ് മുഹറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ തുടങ്ങാനിരിക്കുന്നത്. ജലാലോ കിബിരിയ വഅസമത്തോ ഉലാ വമജ്ദോ ബഹാ ഖാസിയത്തെ ഉബസ്ത്. ഊ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് ഫാരിസി ഭാഷ. അറബിയിലെ ഉവ എന്ന് പറയുന്നതാണ് ഫാരിസിൽ ഊ ആയി മാറിയത്. അവൻ എന്നാണ് അർത്ഥം. ജലാല്, കിബിരിയാവ്, അസമത്ത്, ഉലാ, മജ്ദ്, ബഹാ ഇതെല്ലാം ഖാസിയത്തെ ഉബസ്ത്, അവന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിനാണ് ജലാല്, അള്ളാഹുവിനാണ് കിബിരിയാവ്, അള്ളാഹുവിനാണ് അമത്ത്. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രം. നമ്മൾ അറബിയിൽ അതിനർത്ഥം വെക്കുകയാണെങ്കിൽ വൽ ജലാലു വൽ കിബിരിയാവു വൽ അമത്ത് വൽ ഉലാ വൽ മജ്ദു വൽ ബഹാഉ ഖാസിയത്തുഹു എന്ന് പറയാം. അവന്റെ പ്രത്യേകതയാണ്. വഅസ് കമാലെ ജലാലെ വി ഈച്ച് ആഫ്രീദെ ആഗാ നീസ്റ്റ്. ഈ ഊ എന്ന അർത്ഥത്തിൽ തന്നെയാണ് വി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവൻ എന്നാണ് അതിൻ്റെയും അർത്ഥം. ആഫ്രീദ എന്ന് പറഞ്ഞാൽ മഖ്ലൂഖ് എന്നാണ്, സൃഷ്ടി. ആഫ്രീദൻ എന്നാണ് വാക്ക്. സൃഷ്ടിക്കുക എന്നാണ് ആഫ്രീദൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇതിൽ നിന്നാണ് സൃഷ്ടിക്കുക എന്നതിനെ ആഫ്രീനിഷ് എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഉറുദുവിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ആഫ്രീനിഷ്. അപ്പൊ അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ കമാലിയത്തിനെ കുറിച്ച് ഈച്ച് ആഫ്രീദെ, ഒരു സൃഷ്ടിക്കും ഒരു സൃഷ്ടിയും ബോധവാനല്ല. അള്ളാന്റെ ആ ഒരു ജലാലിയത്തിന്റെ കമാല് തിരിച്ചറിയാൻ ഒരു മഖ്ലൂഖിനും സാധിക്കുകയില്ല എന്നർത്ഥം. ഈച്ച് എന്ന് പറയുന്നത് ഒന്നിനും സാധിക്കുകയില്ല. നമ്മൾ അറബിയിൽ ലാ ശൈഅ എന്ന് ഉപയോഗിക്കാം. നത്തിങ് അല്ലെങ്കിൽ നോബഡി എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയത്തിലാണ് ഹീച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഹീച്ച് കസ്റ, ഒരു മനുഷ്യനും ഹഖീഖത്തെ മഅരിഫത്തെ ബി രാഹനീസ്, അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നാണ്. അപ്പോ ലൈസലി അഹദിൻ സബീലുൻ ഇലാ ഹഖീഖത്തി മഅരിഫത്തിഹി എന്നാണ് നേരെ അതിനെ അറബിയിൽ പരിഭാഷിക്കുകയാണെങ്കിൽ അതിന്റെ ആശയം വരും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് മാത്രമല്ല, ബൽക്കെ ഇഖ്റാർ ദാദൻ ബി അജ്സ് അസ് ഹഖീഖത്തെ മഅരിഫത്തെ ബി മുൻതഹായ മഅരിഫത്തെ സിദ്ദീഖാനസ്ത്. ഇതിലെ അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല എന്ന് സമ്മതിക്കലാണ്. അതാണ് ഇഖ്റാർ ദാദൻ എന്ന് പറയുന്നത്. ഇഖ്റാർ ദാദൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. ഉറുദുവിൽ പറയുകയാണെങ്കിൽ ഇഖ്റാർ കർന, ഇഖ്റാഫ് കർന. ദാദൻ എന്നാണ് ഫാരിസി ഭാഷയിലുള്ള മസ്ദറുകൾ, അതിന്റെ ഏഴുകളുടെ അതിന്റെ ധാതു വരുന്നത്. അതിന്റെയൊക്കെ അവസാനത്തിൽ ഒരു നോന് ഉണ്ടാകും. ഇഖ്റാർ ദാദൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക.
ഇഖ്റാർ ദാദൻ ബി അജ്സ് അസ് ഹഖീഖത്തെ മാരിഫത്തെ ബി. അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ ഹഖീഖത്ത് തിരിച്ചറിയാൻ എനിക്ക് കഴിയുകയില്ല എന്ന് സമ്മതിക്കലാണ് മുന്തഹായ മാരിഫത്തെ സിദ്ദീഖാനസ്. സിദ്ദീഖുകളുടെ മാരിഫത്തിന്റെ മുന്തഹ എന്ന് പറയുന്നത്. അപ്പോ അലിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ഒക്കെ യഥാർത്ഥ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ നിന്നെ അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മാ അറഫ്നാക ഹഖ മാരിഫതി. നബി തങ്ങൾ പറഞ്ഞല്ലോ ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അപ്പോൾ ശരിക്ക് അറിയേണ്ട വിധം അറിയുക എന്നത് ഒരിക്കലും മനുഷ്യർക്ക് സാധിക്കുന്നതല്ല എന്ന് സമ്മതിക്കലാണ് അവരുടെ ഏറ്റവും വലിയ അറിവ്. അറിയില്ല, എന്നാലും തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നതാണ് സിദ്ദീഖുകളുടെ മാരിഫത്തിന്റെ മുന്തഹ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്നത്. അതേപോലെ വഅ്തിറാഫ് ഔർദൻ ബി തഖ്സീർ ദർ അൻദോ സനായെ ബി നിഹായത്തെ സനായെ ഫിരിസ്തഗാനോ പൈഗംബറാനസ്തി. വഅ്തിറാഫ് ഔർദൻ അതും ഇഖ്റാർ ദാദൻ എന്ന അതേ ആണ് വഅ്തിറാഫ് ഔർദൻ സമ്മതിക്കുക എന്നുള്ളത്. ബി തഖ്സീർ നമുക്ക് കഴിയില്ല എന്ത് വിഷയത്തിൽ ദർ അൻദോ സനായെ ബി അള്ളാഹ്ക്ക് ഹംദ് ചെയ്യാനും അള്ളാഹിനെ സ്തുതിക്കാനും നമുക്ക് സാധിക്കില്ല. എത്ര സ്തുതിച്ചാലും അതിന് നമ്മുടെ തഫ്സീർ ഉണ്ടാകും എന്ന് സമ്മതിക്കലാണ് നിഹായത്തെ സനായെ ഫിരിസ്തഗാൻ. മലക്കുകളുടെ സനാഹിന്റെ നിഹായത്തെ എന്ന് പറയും. അപ്പോൾ മലക്കുകളുടെ പിന്നെ സ്തുതിയുടെ അറ്റം എന്ന് പറയുന്നത് പഠിച്ചവനെ നിന്നെ ശരിക്കും സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ നേരത്തെ പറഞ്ഞ പഠിച്ചവനെ നിന്റെ സനാഹ് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് സമ്മതിക്കലാണ് അവരുടെ ഏറ്റവും വലിയ സ്തുതി എന്ന് പറയുന്നത്. വഗായത്തെ അറ്റലെ ഉഖല ദർ മബാദിയെ ഇസ്റാഖെ ജലാലെ ബി ഹയറത്തസ്. ബുദ്ധിമാന്മാരുടെ പിന്നെ ബുദ്ധിയുടെ അറ്റം എന്ന് പറയുന്നത് ഹയറത്താണ്. ആകെ പിന്നെ ബേജാറായി പോകും. അല്ലാഹുവിന്റെ ആ ഒരു ജലാല് അത് എന്താണ് എന്നതിനെ കുറിച്ച് ബുദ്ധിമാന്മാരൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആകെ ഹയറത്തിലേക്ക് പ്രയാസത്തിലേക്ക് എത്തിപ്പോയി. ഈ കവിതയിൽ പറയുന്നുണ്ട് അതല്ലതി തറക്കൽ എന്ന് പറയുന്നത്. അത് യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ അവസ്ഥയല്ല. ബുദ്ധി ശരിക്കും പ്രയോഗിച്ചാൽ അള്ളാഹുവിനെ കൂടുതൽ തിരിച്ചറിയുകയാണ് ചെയ്യുക. പക്ഷെ ബുദ്ധി പ്രയോഗിക്കേണ്ട പോലെ പ്രയോഗിക്കാത്ത ആളുകൾ അവസാനം ആകെ ബേജാറും കഷ്ടാടത്തിലൊക്കെയാണ് എത്തിക്കുന്നത്. എന്നാലേ യഥാർത്ഥ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ അജായിബുകളിലേക്ക് അവർ എത്തിപ്പെടാനാണ് സാധിക്കുന്നത്. ഇനി അതിന്റെ താഴെ വരുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു. ആ പേജല്ല, മറ്റേ പേജിൽ തന്നെ ഞങ്ങൾക്കും വായിച്ചുകൊണ്ടിരുന്ന അതേ പേജിന്റെ തന്നെ രണ്ടാം പാരഗ്രാഫ് അവിടെ സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് സാലിക് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മുന്തഹ എന്ന് പറയാം, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് മുരീദുകളുടെയും അവരുടെ അവസാന ഘട്ടം എന്ന് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദർശത്താണ്. അവരാകെ പരിഭ്രാന്തരായി പോകും. അത് എല്ലാ സൂഫികളെ പറ്റിയല്ല പറയുന്നത്. ചില സൂഫികൾ പിന്നെ എത്തുന്തോറും അവർക്ക് പിന്നെ ഒരു തെളിഞ്ഞ അവസ്ഥയിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിലേക്ക് എത്തുന്ന ചില സൂഫികൾ ഒരു ജസ്ബിന്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ട് ആകെ ഒരു ഭ്രാന്ത് പോലെ, മജ്നൂൻ എന്ന് പറയാലോ, കലാവുൽ മജാനി എന്നൊക്കെ പറയാം, ദീവാന എന്നൊക്കെ പറയാം, ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക്, അതാണ് ദർശത്തി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ യാത്രയിൽ ഒരു പരിഭ്രാന്തിയാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വരുന്നത് ഇതാണ്. അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പറയാൽ അത് ശരിയല്ല എന്നാണ്. അതിന് തഴത്തീൽ എന്നാണ് പറയുന്നത്. അള്ളാഹിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും, പക്ഷെ
യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ, അതിന്റെ തിരിച്ചറിയേണ്ട രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. പിന്നെ ദഅവയെ കമാലെ മഅരിഫത്തവി ഖയാലെ തശ്ബീഹോ തംതീൽ. അല്ലാഹനെ പൂർണ്ണമായി ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതാണ് തശ്ബീഹ് എന്ന് പറയുന്നത്. മുശബ്ബിഹത്ത്, അല്ലാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾക്കാണ് മുശബ്ബിഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്തിപ്പെടാൻ പറ്റുന്നതിന്റെ അറ്റം എന്ന് പറയുന്നത് നസീബെ ഹമേ ചശ്മഹ, എല്ലാ കണ്ണുകളുടെയും നസീബ് ചശ്മ എന്നതിന്റെ ബഹുവചനമാണ് ചശ്മ. മുലാഹസെ ജമാലെ സാത്തമി ഖൈറഗി അസ്തി. ഖൈറഗി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ പരിഭ്രാന്തമായി പോവുക എന്നതാണ്. അപ്പോ അള്ളാഹനെ തിരിച്ചറിയുമ്പോൾ ശരിക്ക് നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു ജലാലും ജമാലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസാ സഈഖ എന്നൊക്കെ പറയുന്നത്. വതമറ ഹമാ അഖൽഹ അസ് നസറ ബി അജായിബി സുൻഅ ബി മഅരിഫത്തി സൗരി. എല്ലാ ബുദ്ധികളും പിന്നെ അള്ളാഹുവിന്റെ അജായിബുകൾ നോക്കിയാൽ അവർക്ക് മഅരിഫത്തെ സൗരി, അവർക്ക് തീർച്ചയായും അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിനെ തിരിച്ചറിയാനും കഴിയും. ബുദ്ധികൾ ഈ ഭൂമി ലോകത്തുള്ള അള്ളാഹുവിന്റെ പിന്നെ സൃഷ്ടിപ്പിലും ഇതിലുള്ള അത്ഭുതങ്ങളിലേക്കൊക്കെ നോക്കിയാൽ അള്ളാഹുവിന്റെ മഅരിഫത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും സാധിക്കും. പിന്നെ ഹീച്ച് കസ് മബാദ് കേന്ദർ അസമത്തെ സാത്തവി അന്ദേശേക്കുനൻ ജിഗൂനയസ് വച്ചീസ്. അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ആരാണ് ലോകത്തുണ്ടാവുക എന്ന് ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് അന്തേശക്കുന ചിന്തിക്കാത്ത, ചിഗൂന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറബിയിൽ കൈഫ, അള്ളാഹു കൈഫ എങ്ങനെയാണ്, അള്ളാഹു ആരാണ്, അള്ളാഹു എന്താണ്, കൈഫ ഹുവ, മാ ഹുവ, മൻ ഹുവ എന്ന് ചിന്തിക്കാത്ത ആരും ലോകത്തുണ്ടാവില്ല. പക്ഷേ ചിന്തിച്ചിട്ട് ചിലര് യാഥാർത്ഥ്യത്തിലേക്ക് എത്തും, ചിലര് പിന്നെ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ചെന്നെത്തും. അള്ളാഹുവിന്റെ പിന്നെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഹൃദയവും ഉണ്ടാവില്ല. ഞാനുണ്ടായത് ഇവിടെ നിന്നാണ്, എന്റെ അസ്തിത്വം ആരിൽ നിന്നാണ് ഉണ്ടായത്, അങ്ങനത്തെ ആളുകളൊന്നും ലോകത്ത് ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി അതങ്ങനെ ആ ഒരു ഹണ്ട് വിശദമായി താഴോട്ട് പോവുകയാണ്. ഞാനിതിന്റെ ഒരു സാഹിത്യ ഭംഗിയും അതേപോലെ റസാലി ഇമാമിന്റെ ചിന്തകളുടെ ചെറിയ ഒരു സൂചനയും കിട്ടാൻ വേണ്ടിയാണ് ഈ ഹംദിന്റെയും അതേപോലെ കലായിന്റെയും ഒക്കെ ഭാഗത്തിന് കുറച്ച് ഭാഗം വായിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിലെ ഒന്നാമത്തെ ഉൽവാനിൽ നിന്നുള്ള ഏതാനും കുറച്ച് ഭാഗങ്ങളിലൂടെ വായിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്പോ നമ്മുടെ പരിഭാഷകളിലൊക്കെ കാണുന്നത് ഈ ഒരു ഭാഗം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ കാണാൻ പറ്റും. അതുപോലെ നോക്കിയാൽ മതി. ഒന്നാമത്തെ അൻവാനെ അബ്ബൻ, ഒന്നാമത്തെ അൻവാനിൽ പറയുന്നത് ഷനാഫ്തൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സ് തന്നെ. ഫീസ് എന്ന് പറഞ്ഞാൽ സ്വന്തം, ഫുദ് എന്ന് ഉറുദുവിൽ പറയാം. അപ്പം ഈ മഅരിഫത്തി നഫ്സിഹി എന്നാണ് അറബിയിൽ അതിനെ നമ്മൾ പരിഭാഷിക്കുന്നത്. ടു നോ യുവർ സെൽഫ് എന്ന് പറയാം ഇംഗ്ലീഷ്. നമ്മുടെ സെൽഫ് തിരിച്ചറിയാം. അപ്പൊ അതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഈ ഒരു അൻവാനും ഇമാം ഗസാലി നമ്മൾ അവതരിപ്പിക്കുന്നത്. बिदान के कलीद मारिफत खुदाए अज़्ज़ वजल मारिफत नफ्से फ़ीश अस्त. ബിദാൻ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അറബി ഭാഷ. അറബിയിൽ ഇഅ്ലം എന്ന് പറയാറുണ്ട്, അറിയുക. ദാനിസ്തൻ എന്നാണ് അതിന്റെ മസ്ദർ വരുന്നത്. അതിൽ നിന്നാണ് ദാൻ എന്ന് പറയുന്ന ആ ഒരു ഫിഅൽ.
നീ അറിയൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ എല്ലാ ഫേലുകളുടെയും മുമ്പ് ഒരു ബാഗ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക എന്നത് ഫാരിസി ഭാഷയുടെ ഒരു ശൈലിയാണ്. അങ്ങനെയാണ് ബിദാൻ എന്നാണ്. അപ്പൊ എല്ലാം അന്നപ്പോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നീ തിരിച്ചറിയുക എന്ത് കലീദെ മഅരിഫത്തെ ഖുദായ അസ്സ വജൽ. കലീദ് എന്ന് പറഞ്ഞാൽ കീ എന്നാണ് ഇംഗ്ലീഷിൽ കീ എന്ന് പറയാം. അറബിയിലെ മിഫ്താഹ്, താക്കോല്, ചാവി. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള താക്കോല് എന്ന് പറയുന്നത് മിഫ്താഹ് മഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല. അത് മഅരിഫത്തെ നഫ്സെ ഖീശസ്, നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയണമെങ്കിൽ നമ്മൾ എന്താകണം? നമ്മുടെ സ്വന്തം ശരീരത്തെ അറിയാം. ഇതിനെ പറ്റിയാണ് പിന്നെ ഇതിന് വേണ്ടിയാണ് വലിഹാദ, ഫോർ ദിസ്. ബറായ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ഈ എന്ന് പറഞ്ഞാൽ ദിസ്, ഇത്. വലിഹാദ ഇതിനു വേണ്ടിയാണ് ഗുഫ്തെ അന്ത് പറയപ്പെട്ടിരിക്കുന്നത്. ഗുഫ്തൻ എന്ന് പറഞ്ഞാൽ പറയുന്നത്. അറഫ നഫ്സഹു ഖദ അറഫ. അപ്പോൾ ഈ ആശയം നമുക്ക് പിന്നെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അറഫ നഫ്സഹു ഖദ അറഫ റബ്ബഹു എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാഹുവിനെ തിരിച്ചറിയാനുള്ള നമ്മുടെ താക്കോല് എന്ന് പറയുന്നത്, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്വന്തം നഫ്സിനെ തിരിച്ചറിയുക. ഈ നഫ്സ്, നേസ് എന്ന് പറഞ്ഞാൽ അറബിയിലെ അയദൻ എന്ന് പറയും, വീണ്ടും, ഓൾസോ, നേസ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ബറായ ഈ നഫ്സ്, ഇതിനു വേണ്ടി തന്നെയാണ് ഗുഫ്ത് ഈസ്ത് സുബ്ഹാനഹു വ തആല. ഈസ്ത് എന്ന് പറഞ്ഞാൽ ദൈവം, അല്ലാഹു, റബ്ബ് എന്നൊക്കെയാണ് ഈസ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വലിഹാദ ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പോൾ നേസ് ബറായ വഅയ്ദൻ ലിഹാദ ഖാല അല്ലാഹ്. And also Allah Rabbul Izzat said, which പറയുന്ന അതേ ആശയമാണ്. നേസ് ബറായ ഈസ്ത് ഗുഫ്ത് ഈസ്ത് സുബ്ഹാനഹു വ തആല. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹു നേരെ പരിഭാഷയാണ് താഴെ ഗുഫ്ത്. നിശാൻ ഹോയ ഖുദ് ദർ ആലമോ ദർ നുഫൂസ ഈശാൻ ഈശാൻ നവായി ദാ ഹഖീഖത്തെ ഹഖ് ഈശാൻ റാ പൈദാ ശബത്. നിശാൻ ഹോയ ഖുദ് ആയാതിന, ആയാത്ത് എന്നതിനാണ് നിശാൻ എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് നിശാൻ ഹാ. നിശാൻ ഹായ ഖുദ്, സ്വന്തത്തിന്റെ ആയത്തുകൾ, നമ്മുടെ സ്വന്തം ദൃഷ്ടാന്തങ്ങൾ. ദർ ആലമോ ദർ നുഫൂസ ഈശാൻ ഈ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ബി ഈശാൻ നുമായി വരീഹിം. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് പോവുകയാണ്. ഓരോ നുമായിയും എന്ന വാക്ക് എങ്ങനെ വന്നു, ഈശാൻ എന്ന് പറയുന്ന വാക്ക് എങ്ങനെ വന്നു, അപ്പോൾ അതൊക്കെ നമുക്ക് ഫാരിസി ഭാഷയുടെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിസ്ഥാനം പഠിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സലീമാമിൻ്റെ ഒരു കിതാബാണ്. നമ്മുടെ സൂഫികളുടെ ധാരാളം കിതാബുകൾ. അത് നെതമായിട്ടും അതേപോലെ നെത്തായിട്ടും കവിതകളായിട്ടും അല്ലാതെയും ഒക്കെ ഇഷ്ടംപോലെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മസ്നവി നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പുറമെ അതുപോലെയുള്ള ഒരുപാട് കവിതകൾ ഇന്ത്യൻ സൂഫികളുടെ അതേപോലെ ഇങ്ങനെ വലിയൊരു ലോകമായിട്ട് ഈ വിജ്ഞാനം പരന്നു കിടക്കുന്നു. ചെറിയ രൂപത്തിൽ നമ്മളിങ്ങനെ ഭാഷയുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കുകയാണ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഗസാലി ഇമാം ഇതിലെ പറയുന്നത് നമ്മുടെ സ്വന്തം നഫ്സിനെ തിരിച്ചറിയുക എന്നതാണ് അല്ലാഹുവിനെ തിരിച്ചറിയാനുള്ള വഴി. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അടുത്ത അതിന്റെ പേരുകളാണ് ദർ ജുംല, മൊത്തത്തിൽ ഫിൽ ജുംല. ദർ എന്ന് പറഞ്ഞാൽ ഫി എന്നാണ്. ഈച്ച് ചീസ് ബിതു അസ്തു നസ്ദീഖ് ദർ ഈസ്റ്റ്. ഈച്ച് ചീസ്, ഒരു വസ്തുവും ഇല്ല, ബിതു നിന്നിലേക്ക്, അസ്തു നിന്നെക്കാൾ, നസ്ദീഖ് അടുത്തതായിട്ട് ഒരു വസ്തുവില്ല. അപ്പം നമുക്ക് നമ്മോട് ഏറ്റവും കൂടുതൽ സമീപസ്ഥമായി കിടക്കുന്നത് നാം തന്നെയാണ്. എന്നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ. അപ്പോ അത് ഒരു സാധനത്തെ തിരിച്ചറിയണമെങ്കിൽ അത് അടുത്താവുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ദൂരെയാവുമ്പോൾ തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്വന്തം നഫ്സിനെയാണ്. കാരണം നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ നഫ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് അറബിയിലെ നമ്മളതിനെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നിന്റെ സ്വന്തം ശരീരത്തെക്കാളും അടുത്ത് കിടക്കുന്ന ഒരു വസ്തുവും ഇല്ല. എന്നിട്ട് സലീമോ ചോദിക്കുകയാണ്, നീ നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും? നിന്നിൽ നിന്ന് കുറച്ച് അകന്നിട്ടാണ് മറ്റുള്ളവരൊക്കെ ഉള്ളത്. എന്നോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് നീ തന്നെയാണ്. നിന്നെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നിൽ നിന്ന് വിദൂരത്ത് നിൽക്കുന്ന ആളുകളെ എങ്ങനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും? അപ്പൊ നമ്മളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാണ് റസാലി ഇമാം അടുത്തതായി ചോദിക്കുന്നത്. എന്നാണ്. നീ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഗൂയി എന്ന വാക്കിനകത്ത് നീ പറയുക എന്നാണ്. നേരത്തെ പറയുക എന്നതിന് ഗുഫ്തൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗുഫ്തൻ എന്ന വാക്ക് പിന്നെ എങ്ങനെയാണ് ഗൂയി ആയി മാറുന്നത്? അപ്പൊ അത് നമ്മള് ഫാരിസി ഭാഷയുടെ ഗ്രാമർ ചെറുതായിട്ടൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗുഫ്തൻ എന്നതിന്റെ മുഖാരിയാണ് ഗൂയത്. ഗൂയത് എന്നതിന്റെ പിന്നെ നീ എന്ന് ആശയം വരുന്ന അതിന്റെ ഫാത്തബി എന്ന് പറയാറില്ല. അതാണ് ഗൂയി എന്നാവുന്നത്. എങ്ങനെ ഗൂയതെങ്ങനെ ഗൂയി ആകുന്നത് നമ്മളതിന്റെ ഗ്രാമറുകൾ ചെറുതായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഗൂയി ഒരുപക്ഷെ നീ പറഞ്ഞേക്കാം മൻ ഞാൻ സ്വന്തം ശരീരം ശരീരത്തെ ഒബ്ജക്റ്റിന്റെ അലാമത്താണ് റാ. എനിക്ക് എന്റെ ശരീരത്തെ ഈ ശിനാസം അറിയാം. നോ മൈ സെൽഫ് എന്നൊരു പക്ഷേ നീ പറഞ്ഞേക്കാം. പക്ഷേ വകലത്ത് നീ കൊല്ലി നീ പറഞ്ഞത് തന്നെ. അപ്പോ നമ്മൾ പറയാം എനിക്കിപ്പോ എന്നെ പറ്റി അറിയാലോ എന്ന് പറഞ്ഞാലും പക്ഷെ നിനക്ക് നിന്നെ അറിയില്ല. കാരണം എന്താണ് സ്വന്തത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ചുകൂടെ ഒന്ന് മേലക്ക് വായിക്കാം. അപ്പോ വസാലിമ പറയുകയാണ് ഇപ്രകാരമുള്ള തിരിച്ചറിവ്. ചുനി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ്. നീൻ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. പിന്നെ ചുനീൻ എന്ന് പറയുമ്പോൾ ഇപ്രകാരം അവിടെ ചുനീൻ ഷിനാഫ്ത ഇപ്രകാരമുള്ള അറിവ് ഖലീദെ മാരിഫത്താണ്. ഖുർആനിന്റെ മാരിഫത്തിന് യോജിച്ചതല്ല. പറഞ്ഞാല് നമ്മൾ പറയും എനിക്ക് എന്നെ പറ്റി അറിയാലോ. അപ്പൊ അസാലിമ ചോദിക്കുന്നത് നിനക്ക് നിന്നെ പറ്റി എന്താണ് അറിയുന്നത്? സുത്തൂർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. മൃഗങ്ങളും നീ അറിയുന്നത് പോലെ മൃഗങ്ങളും അറിയുന്നുണ്ടല്ലോ. അതിനാൽ ഇപ്പോൾ നമുക്ക് പറ്റി അറിയുന്നത് എനിക്ക് കാലുണ്ട്, അതിപ്പോ ഒരു പോത്തിനും അറിയാം അതിന് കാലുണ്ട് എന്നുള്ളത്. എനിക്ക് കൈയുണ്ട്, അത് പോത്തിനും അറിയാം അതിന് കൈയുണ്ട്. എനിക്ക് കണ്ണുണ്ട്, അത് മൃഗത്തിനും അറിയാം. അപ്പോ നീ നിന്നെ പറ്റി അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ അറിവ് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കുള്ള അറിവാണ്. അപ്പൊ നിന്നെ പറ്റിയുള്ള അറിവ് എന്തായിട്ടില്ല, സമ്പൂർണമായിട്ടില്ല. നിനക്ക് നിന്നെ പറ്റി അറിയുന്നത് സർ, എനിക്ക് തലയുണ്ട് എന്ന് നിനക്കറിയാം. മുഖമുണ്ട് എന്നറിയാം. കൈയുണ്ട് എന്നറിയാം. കാലുണ്ട് എന്നറിയാം. ഇറച്ചി ശരീരത്തിലെ ഇറച്ചി ഉണ്ടെന്നറിയാം. ശരീരത്തിന് തൊലിയുണ്ട് എന്നറിയാം. ബേഷ് ഇതിനപ്പുറം നശിനാസി നിനക്കൊന്നും അറിയില്ല. ഇനി പുറത്തുനിന്ന് നിനക്കറിയുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. എനിക്ക് കാലുണ്ട്, കണ്ണുണ്ട്, തലയുണ്ട്, ഇതൊക്കെ നിനക്കറിയാം. ഇനി നിന്റെ ഉള്ളിലേക്ക് എത്തിച്ചെന്നാൽ നിനക്ക് നിന്റെ ഉള്ളിനെ കുറിച്ച് അറിയുന്നത് എന്താണ്? ഈ കദൃശിനാസ് എനിക്ക് ഇത്രയാണ് അറിയുന്നത്. എന്താണ്? ഗുർസിനെ എന്ന് പറഞ്ഞാൽ വിശക്കുന്നവൻ എന്നുള്ളതാണ്. വിശക്കുമ്പോൾ പിന്നെ ഞാൻ ഫൂരി
വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം. ഞാൻ എന്ന് പറയുമ്പോൾ ബ്രെഡ് എന്നാണ്. അപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതിൽ നിന്നാണ് നിനക്ക് നിന്റെ ബാത്തിനെ കുറിച്ച്, നിന്റെ ഉള്ളിനെ കുറിച്ച് നിനക്ക് അത്രേ അറിയുള്ളൂ. ആയത് ദേഷ്യം വരുമ്പോൾ കസിയുഫ്തി, ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂടാകണം. ഷെഹ്വത്ത് തലബേ കുലത്ത്, വികാരം വർദ്ധിക്കുന്ന സമയത്ത് ഫസ്തേ നിക്കാഹ് കുനി, കല്യാണം കഴിക്കണം. അപ്പൊ ഇതിനപ്പുറം നിനക്കൊന്നും അറിയുന്നില്ല. അമേ സുത്തൂറാൻ, എല്ലാ പിന്നെ മൃഗങ്ങളും ബാത്തു നിന്നോട് ദലീൽ ഈ വിഷയത്തിൽ ബറാബറം യോജിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാ മൃഗങ്ങളും പറയുന്നതാണ്. വിശക്കുന്ന സമയത്ത് പുല്ല് തിന്നണമെന്ന് ഏത് പശുവിനും ആടിനും മൃഗങ്ങൾക്കൊക്കെ അറിയാം. അതേപോലെ ദേഷ്യം വരുന്ന സമയത്ത് മറ്റു മൃഗത്തെ ആക്രമിക്കണം എന്ന് അവർക്കറിയാം. അത് നിനക്കും അറിയാം. അപ്പൊ നിന്നെ കുറിച്ചുള്ള ഒരു പരിപൂർണമായ മാരിഫത്തിലേക്ക് നീ എന്തായിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പോ അവസാനിമാവും പറയുന്നത് സ്വന്തം ശരീരത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് കാലുണ്ടോ കണ്ണുണ്ടോ കയ്യുണ്ടോ, അതല്ലെങ്കിൽ വിശക്കുമ്പോൾ എന്ത് ചെയ്യണം, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയലല്ല സ്വന്തം ശരീരത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അതാണ് ഗസാലി ഇമാം വിശദീകരിക്കുന്നത്. നീ നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഹഖീഖത്തിനെ അന്വേഷിക്കണം. ബായത് കറുത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനാണ് ഫാരിസിൽ ബായത് എന്ന് പറയുന്നത്. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കിതാബ് തന്നെ ഉണ്ട്, ബായത് കറുത്ത് എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. ബായത് കറുത്ത്, നാം എന്ത് ചെയ്യണം എന്നാണ് ഇഖ്ബാല് തന്റെ ആ കിതാബിൽ പറയുന്നത്. അല്ലാമ ഇഖ്ബാൽ ഫാരിസി ഭാഷയിൽ ധാരാളം കിതാബുകൾ രചിച്ച ആളാണ്. ഇഖ്ബാലിനെ ശരിക്കൊരു ഉറുദു പണ്ഡിതനായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇഖ്ബാലിന് ഉറുദുവിനേക്കാളും കൂടുതൽ പെർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ കവിതകൾ നടന്നിരിക്കുന്നത്. ഇഖ്ബാലിന്റെ ജാവേദ് രാമ രണ്ട് വാള്യങ്ങളിലായി ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ യാത്രയാണ് ജാവേദ് രാമയിലൂടെ ഇഖ്ബാൽ നടത്തുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയാണ് മസ്ജിദ് എന്ന് പറയുന്നത് ശരിക്കും കിഴക്ക് മുസ്ലിങ്ങളെയാണ് മസ്ജിദ് എന്നതുകൊണ്ട് അദ്ദേഹം മഗ്രിബ് എന്ന് പറയുമ്പോൾ പാശ്ചാത്യരെ ഉദ്ദേശിക്കും, മസ്ജിദ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ഉദ്ദേശിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് ഇഖ്ബാൽ ഇതിലൂടെ പറയുന്നത്. ഇഖ്ബാലിന്റെ കവിതകളുടെയൊക്കെ ശരിക്കും അന്തസത്ത എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരിക്കലും ഉറങ്ങിക്കിടക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ പ്രവർത്തിക്കണം, മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, മുസ്ലിങ്ങൾ ചിന്തിക്കണം. ഈ രൂപത്തിലുള്ള ധാരാളം ചിന്തകളാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കിതാബിന്റെ പേരാണ് ബായത് കറുത്ത്, വാട്ട് ടു ഡു, എന്ത് ചെയ്യണം. അപ്പൊ അതിനെ പറ്റിയാണ് ആ ഒരു പ്രയോഗമാണ് ഗസാലി ഇമാം കൂടെ നടത്തിയിട്ടുള്ളത്. നിനക്ക് നിന്റെ ഹഖീഖത്ത് തിരിച്ചറിയാൻ കഴിയും. ഞാൻ എന്താണ് എന്ന് നമ്മുടെ അന്തസ്സത്ത, അതല്ലെങ്കിൽ നമ്മുടെ സ്വത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാം ആരാണ് എന്ന ഹഖീഖത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് ചോദിച്ചാൽ, നീ എന്ത് വസ്തുവാണ്. ചേ എന്ന് പറഞ്ഞാൽ എന്ത് എന്നതാണ്, ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു. ഈ എന്ന് പറയുന്നത് പിന്നെ ഒരു സർവനാമമാണ്. നീ ആരാകുന്നു എന്ന ആകുന്നു എന്നതിനാണ് അവിടെ ഈ പ്രയോഗിച്ചത്. അത് അവനാകുമ്പോ അസ്ത് എന്ന് പറയും, അവരാകുമ്പോ അന്ത് എന്ന് പറയും, ഞാനാകുമ്പോ അം എന്ന് പറയും, നീയാകുമ്പോ ഈ എന്ന് പറയും. അപ്പൊ ചീസി എന്ന് പറഞ്ഞാൽ അയ്യുഷയ്യൻ അന്ത എന്ന് പറയാം. നീ ആരാകും. എവിടെ നിന്നാണ് നീ വന്നിട്ടുള്ളത്? കുജ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. എന്ന് പറയുന്ന കവിതയിൽ നീ എവിടെയാണ്, ഞാൻ എവിടെയാണ്, നീ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു, നമ്മൾ രണ്ടുപേരും വളരെ വലിയ വ്യത്യാസമാണ്. എനിക്ക് നിങ്ങളോടാണ് ശരിക്കും പറയുന്നത്. നബിയും നമ്മളും പിന്നെ മഹത്വത്തിലും സ്ഥാനത്തിലൊക്കെ എത്രയോ വ്യത്യാസങ്ങളുണ്ട് എന്ന രൂപത്തിലാണ് കുജ എന്ന് പറയുന്നത്. കുജ എന്ന് പറയുന്നത് എവിടെ എന്നാണ്. അപ്പൊ നീ
എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ആമദൻ എന്ന് പറഞ്ഞാൽ വരിക. അതേപോലെ നീ എങ്ങോട്ട് പോകും. നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യൻ ആധികാരികമായ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു. ഈ ലോകത്തേക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ആമദൈ, നമ്മളിവിടെ വന്നതിന്റെ ലക്ഷ്യം എന്താണ്. തുറ നിന്നെ, തുറ എന്ന് പറഞ്ഞാൽ നിന്നെ, മറ എന്ന് പറഞ്ഞാൽ എന്നെ, ഊറ എന്ന് പറഞ്ഞാൽ എന്നൊരു കവിതയിൽ കാണാൻ കഴിയും. എന്നിൽ നിന്നുള്ള വേർപാട് എന്ന് പറയുന്ന ആ ഒരു അഗ്നി നമ്മളെ ആകെ കബാബ് കറതെ ധരിച്ചു കളഞ്ഞിട്ടുണ്ട്. നിന്നെ കാണാനുള്ള ആ ആഗ്രഹം എന്ന് പറയുന്ന വെള്ളപ്പൊക്കം നിങ്ങളെ ജീവനെ തന്നെ അപകടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അതോടെ എന്ന് പറയുന്നത് ആ ഒരു മഫ്ഊലിന്റെ അർത്ഥമാണ്. നിന്നെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പോ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്. നിന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ്, പിന്നെ എന്തിനാണ് നിന്റെ വിജയം എന്ന് പറയുന്നത്. നിന്റെ പരാജയം എന്ന് പറയുന്നത് എന്താണ്. എന്തിനാണ് നിന്റെ പരാജയം. അപ്പോൾ നമ്മള് ഞാൻ വിജയിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എപ്പോഴാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, മനുഷ്യന് ശരിക്ക് ഞാൻ വിജയിച്ചു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവന്റെ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം അവന് വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. ഒരു പക്ഷി, ആ പക്ഷി അതിനെ നല്ല സ്വർണത്തിന്റെ കൂട്ടിൽ നമ്മൾ അടച്ച് ദിവസവും 4-5 സമയം അതിന് നല്ല ഭക്ഷണം കൊടുക്കും, അത് കഴിച്ചു കൊടുക്കും. പക്ഷെ അപ്പോഴും പക്ഷി അതിന്റെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. നല്ല സ്വർണത്തിന്റെ കൂടാണ്, അതിന് കൃത്യമായ ഭക്ഷണം കിട്ടുന്നുണ്ട്, മുട്ട കിട്ടുന്നുണ്ട്. പക്ഷേ പക്ഷിക്ക് അതിന്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. പിന്നെ പറക്കുക എന്ന് പറയുന്നതാണ് പക്ഷിയുടെ ലക്ഷ്യം. ഇതുപോലെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ സഹാദത്ത്, അതിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൂട്ടിൽ അത് ലക്ഷങ്ങൾ വരെയുള്ള സ്വർണത്തിന്റെ കൂടാണെങ്കിൽ പോലും അതിന്റെ സഹാദത്തിലേക്ക് അത് എത്തിയിട്ടില്ല. എന്ന പോലെ തന്നെയാണ് മനുഷ്യരായ നമ്മൾ, നമ്മുടെ ഈ ഭൗതികമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശക്കുമ്പോൾ ഭക്ഷണം വെക്കുന്നുണ്ട്, അതേപോലെ പിന്നെ വിവാഹം കഴിക്കുന്നുണ്ട്, പിന്നെ മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ലഭിക്കും. പക്ഷെ ആ ഹാപ്പിനെസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ശരിക്കും നമ്മുടെ ആത്മാവ് ശുദ്ധമാകണം എന്നതാണ് ഇതിന്റെ ശേഷം പറയുന്നുണ്ട്. നിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ഈ വിശേഷണങ്ങൾ, അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിശേഷണങ്ങൾ റസാലിമാം ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് ഏതാണ് നീ. ഒരുപാട് വിശേഷണം നിന്റെ ഉള്ളിലുണ്ട്. അതിലെ ബാസി സിഫാത്തെ ചില വിശേഷണങ്ങൾ മൃഗങ്ങളുടേതാണ്. അപ്പൊ ബാസി ചിലത് സിഫാത്തെ ദദഗാൻ, ദദ് എന്ന് പറഞ്ഞാൽ വന്യജീവി എന്നാണ് അർത്ഥം. സിംഹം, അതേപോലെ പുലി, അതിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് ദദ് എന്ന് പറയുന്നത്. മുത്തനബിയിൽ തന്നെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, എന്ന് പറയുന്നത്. ഡയോജനീസ് മനുഷ്യനെ തേടിക്കൊണ്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്. അതേപോലെ സൂഫി വര്യന്മാർ
ആ സൂഫി ഗാനത്തൊക്കെ പറയും പട്ടാപ്പകലിച്ചു ഇത് മനുഷ്യനെ തേടി നടന്നു എന്ന് പറയുന്ന ഇത് ശരിക്കും പേർഷ്യൻ കവിതയിൽ നിന്ന് വന്നതാണ്. ഈ ഷെയ്ഖ് ബാച്ചിറാവ് ഗസ്റ്റ് അമീ നിർദ്ദേശകർ, ഒരു ഷെയ്ഖ് പിന്നെ വിളക്കുമെടുത്തുകൊണ്ട് വിളക്കുമെടുത്തുകൊണ്ട് ഗസ്റ്റ് അമീ നിർദ്ദേശകർ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു. ആ ഷെയ്ഖ് പറയുന്നത് ഒരുപാട് വന്യജീവികൾ കണ്ടുകൊണ്ട് ഞാൻ ആകെ മടുത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇൻസാനം ഞാൻ മനുഷ്യനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്നതും മനുഷ്യന്മാരല്ല. അപ്പൊ മനുഷ്യനെ തേടി നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല എന്നാണ് കവിതയിൽ പറയുന്ന. ശരിക്കഥാ ഫാരിസി കവിതയിൽ നിന്ന് വന്നതാണ്. നബിയിലെ ആണെന്നാണ് ഇത് കുറച്ച് വിശദമായി പോകുന്നുണ്ട് ആ കവിത. അപ്പൊ അതിൽ ദദ് എന്ന് പറഞ്ഞു. ദദ് എന്ന് പറയുന്നത് വന്യജീവി എന്നാണ്. അപ്പോ മനുഷ്യനിൽ അല്ലാഹു തആല ചിലതൊക്കെ മൃഗങ്ങളുടെ സ്വഭാവങ്ങളുണ്ട്, ചിലത് വന്യജീവികളുടെ സ്വഭാവം. അതുകൊണ്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് മനുഷ്യൻ മറ്റുള്ളവരെ കടിച്ചു കയറാനൊക്കെ ശ്രമിക്കും. പിന്നെ വയസി സിഫാത്ത് ദീവാൻ, ഭ്രാന്തന്മാരുടെ വിശേഷങ്ങളും നമ്മിലുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഭ്രാന്തന്മാരെ പോലെ ആവുക. പിന്നെ അപ്പൊ വയസി സിഫാത്ത് ഫിരിഷ്തഗാനസ്ത്, മലക്കുകളുടെ സിഫാത്ത് മനുഷ്യരെ. അപ്പൊ ഇതിൽ നിന്ന് ഏതാണ് മൃഗങ്ങളുടെ സ്വഭാവമുണ്ട്, അതേപോലെ വന്യജീവികളുടെ സ്വഭാവമുണ്ട്, ഭ്രാന്തന്മാരുടെ സ്വഭാവമുണ്ട്, മലക്കുകളുടെ സ്വഭാവമാണ്. വസാലിമാൻ ചോദിക്കുകയാണ്, ഈ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ ഖുദാമി ഏതാണ്? ഖുദാം എന്ന് പറഞ്ഞാൽ ഏത്, ആര്? അപ്പൊ ഇതിൽ നിന്ന് ഈ മൃഗങ്ങളുടെ സ്വഭാവമാണോ നീ, അതല്ല വന്യജീവികളുടെ സ്വഭാവമാണോ, അതല്ല ഭ്രാന്തന്മാരുടെ സ്വഭാവമാണോ, അതല്ല മലക്കുകളുടെ സ്വഭാവമാണോ, ഏതാണ് നീ എന്ന് പറയുന്നത്? ഏതാണ് നിന്റെ ഹഖീഖത്തുൽ ജൗഹർ, നിന്റെ യഥാർത്ഥ അസ്തിത്വം എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ അതിനാണ് നീ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിനക്ക് പുറത്തുനിന്ന് വാടകക്ക് കിട്ടിയാണ്. തീകറാൻ ബാക്കിയുള്ളത് ഗരീബെ ആര്യത്താണ്, നിനക്ക് ആര്യത്തായിട്ട് വാടകയായിട്ട് കിട്ടിയതാണ്. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ നീ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏതാണ്? മാഹുവ ഹഖീഖത്തു ജൗഹരിക എന്നാണ്. ഹഖീഖത്തെ ഗൗഹറത്തസ്തി എന്ന് പറയും. തത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ്. യുവർ, അത് പിന്നെ അറബി ഭാഷയിൽ അറിയുന്ന ആളുകൾക്കറിയാം. നമ്മള് ഇളാഫത്തിന് ക എന്ന വാക്ക് പ്രയോഗിക്കില്ല. ജൗഹറു ക എന്നതാണ് ഗൗഹറത്ത് തത്ത് എന്ന് പറയുന്നത്. പിന്നെ ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിതയിലുണ്ട്. അദ്ദേഹം പാസ്സാകുന്ന നേരത്തെ കവിത പാടിയ ഒരു കവിതയുണ്ട്. ഗർ മോമിനി വശീരീൻ ഹം മോമിനസ്ത് മർഗത്ത് ഗർ കാഫിരി വ തൽഫി ഹം കാഫിറസ്ത് മുർദൻ എന്ന് പറയാം. ഗർ മോമിനി വശീരീൻ ഹം മോമിനസ്ത് മർഗത്ത്, നീ മോമിനാണെങ്കിൽ ഹം മോമിനസ്ത് മർഗത്ത്, നിന്റെ മരണവും മോമിനാണ്. അവിടെ മർഗത്ത് എന്ന് പറയുന്നത് മൗത്തുക, നിന്റെ മരണം. ഗർ കാഫിരി വ തൽഫി, നീ കാഫിറാണെങ്കിൽ ഹം കാഫിറസ്ത് മുർദൻ, നിന്റെ മരണവും കാഫിറാണ്. ചരിത്രത്തിലൊക്കെ കാണാൻ ജലാലുദ്ദീൻ റൂമി വഫാത്തിന്റെ വേളയിൽ ഒരു കവിത പാടിയിരുന്നു. അത് ഇഖ്ബാലിന്റെ ജീവിതത്തിലും കാണാൻ പറ്റും. അദ്ദേഹം മരണവേളയിൽ പാടിയതായിട്ട് പറയുന്നത്, നിശാനെ മറന്ന മോമിൻ ബാത്ത് ഗോയം കിച്ചു മർഗ് ആയത് തപസ്സും ലബേ ഉലസ്ത്. ഒരു മോമിനായ മനുഷ്യന്റെ പിന്നെ ലക്ഷണം എന്ന് പറയുന്നത് മരണം വരുമ്പോൾ അവന്റെ ചുണ്ടിൽ ഇങ്ങനെ പുഞ്ചിരികൾ ഉണ്ടാവുക എന്നതാണ് ഒരു മോമിനായ മനുഷ്യന്റെ ലക്ഷണം എന്ന് ഇഖ്ബാൽ പറയുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഈ തത്ത് എന്ന് പറയുന്ന വാക്ക്. ദീഖറാൻ ഗരീബെ ആര്യത്തത്ത്. അപ്പൊ ഈ വസ്തുക്കളിൽ നിന്ന് ഏതാണ് നീ, പിന്നെ ഏതാണ് നിനക്ക് പിന്നെ വാടകയായിട്ട് കിട്ടിയിട്ടുള്ളത്? അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മൾ വിജയിച്ചോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് മൃഗങ്ങളുടെ വിശേഷണമാണ് നീ എങ്കിൽ മൃഗങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നിനക്ക് കിട്ടിയാൽ നീ വിജയിച്ചു എന്ന് പറയും. അപ്പോൾ മൃഗങ്ങൾക്ക് വിശപ്പോ ഭക്ഷണം കിട്ടിയപ്പോൾ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പൊ ആദ്യം നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാലേ നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ.
ആണ് ഈ പറയുന്നത്. കെ ചൂ ഈ നദാനി, ഇവയിൽ നിന്ന് ഏതാണ് നീ എന്ന് നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ സഅദത്തെ ഖുദ് ത്വലബിനത്തുവാൻ ഈ കറച്ച്, ഏതാണ് വിജയം എന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം എൻ്റെ വിജയം ഏത് എന്ന് അറിയണമെങ്കിൽ ഞാൻ ആരെയെന്ന് ആദ്യം അറിയണം. കാരണം ഈ പറയപ്പെട്ട ഓരോ വിശേഷണങ്ങളുണ്ട്. നിസായെ ദീകറസ്, അതിനാവശ്യമായ ഭക്ഷണമുണ്ട്. ഇപ്പോൾ സഅദത്തെ ദീകറസ് വിജയമുണ്ട്. ഇതിൽ മൃഗങ്ങളുടെ സ്വഭാവമാണ് ഞാനെങ്കിൽ അതിനതിൻ്റെതായ ഒരു വിജയമുണ്ട്. വന്യജീവികളുടെ സ്വഭാവമാണ് ഞാനെങ്കിൽ അതിനതിൻ്റെതായ ഒരു വിജയമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ വിജയങ്ങൾ, ഹാപ്പിനെസ്. അപ്പം എന്താണ് നീ എന്നറിഞ്ഞാൽ മാത്രമേ വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്, എന്താണ് നിന്റെ ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് മൃഗങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഫോർദൻ, ഹുഫ്തൻ, ഗുഷ്നീകർദനസ്ത്. ഫോർദൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയിച്ചു എന്ന് പറയാൻ നല്ല ഭക്ഷണം കിട്ടിയാൽ മതി. ഹുഫ്തൻ അതായത് പിന്നെ ഉറങ്ങുക. ഫോർദൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്, ഹുഫ്തൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സാലിമാവ് തന്നെ ഈ ഇനിയായ സാഹചര്യത്തിലൊരു ഭാഗത്ത് പറയുന്നു, അന്തക്ക് ഹുഫ്തൻ, അന്തക്ക് ഫോർദൻ, അന്തക്ക് ഗുഫ്തൻ. ഒരു മനുഷ്യ വിജയത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അന്തക്ക് ഫോർദൻ, കുറച്ച് ഭക്ഷിക്കുക. അന്തക്ക് ഹുഫ്തൻ, കുറച്ച് ഉറങ്ങുക. അന്തക്ക് ഗുഫ്തൻ, കുറച്ച് പറയുക. ഹില്ലത്തുൽ മനാം, ഹില്ലത്തുൽ കലാം, അതേപോലെ ഹില്ലത്തുൽ അനാം. അപ്പോ പിന്നെ ഫോർദൻ, അതേപോലെ ഹുഫ്തൻ, പിന്നെ ഗുഷ്നീകർദൻ. ഗുഷ്നീകർദൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ജിമാഅ ചെയ്യുക. അപ്പോൾ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഹാപ്പിയായി. പക്ഷേ നിനക്കതുകൊണ്ട് കാര്യമില്ല. നേരത്തെ തിന്നാൻ ഭക്ഷണം കിട്ടും, കാണാൻ കഴിയുന്നുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുകയില്ല. അഗർത്തു സുത്തൂരി, നീ മൃഗമാണെങ്കിൽ ഷബോറോസ് ജഹദെ ആൻ കൊന്നി, രാവും പകലും കഠിനാധ്വാനം ചെയ്യേണ്ടത്. കാറെ ശിഖമോ ഫർജരാസ്താനി, നിന്റെ വയറും അതേപോലെ നിന്റെ ലൈംഗിക ആസ്തികളൊക്കെ അത് പൂർത്തിയാക്കുന്നതിനാണ് നീ കഠിനാധ്വാനം ചെയ്യുന്നത്, നീ മൃഗമാണെങ്കിൽ. എന്നാൽ അമ്മ ഗിസായെ ദദാൻ, വന്യജീവികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് വസായദത്തെ ഈശാൻ, അവയുടെ വിജയം എന്ന് പറയുന്നത് ദരീദൻ, കടിച്ചു കീറുക എന്നതാണ്. ദരീദൻ എന്ന വാക്കിനർത്ഥം കടിച്ചു കീറുക. ഇതിൽ നിന്നാണ് ദരിന്ദ എന്ന് പറയും വന്യജീവികൾ. അതേപോലെ കുസ്തൻ, കൊല്ലുക. കുസ്തൻ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. അതിലെന്താണ് ഉറുദുവിലെ ഫുൽഖുഷി എന്ന് പറയും, ആത്മഹത്യക്ക് ഫുൽഖുഷി എന്ന വാക്ക്. ഹഷ്മറാന്തനസ്ത്, പിന്നെ ദേഷ്യപ്പെടുക. അപ്പോ ഈ ഒരു വന്യജീവിയാണെങ്കിൽ പിന്നെ കാണുന്ന ആളുകളെയൊക്കെ കടിച്ച കാര്യം പറയാനുള്ള വ്യക്തി ദേഷ്യപ്പെട്ട ആയാലും നീ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. ഇനി ഭ്രാന്തന്മാരുടെ ദീവാൻ, ഭ്രാന്തന്മാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഷർഅൻ, കുഴപ്പമുണ്ടാക്കുക. ഇപ്പൊ മക്രോ ജീലത്തിൽ ജനങ്ങളെ അടങ്ങാറാക്കി ഇതൊക്കെയാണ്. അഗർത്തു അസീഷാനി, നീ ഇവരിൽ പെട്ടതാണെങ്കിൽ ഈശാൻ മഷ്ഗൂൽ ഷോ, ഇവരുടെ പ്രവർത്തനത്തിൽ നീ വ്യാപൃതനാകണം. എന്നാൽ നിനക്ക് നിന്റെ സ്വന്തം റാഹത്തിലേക്കും അതേപോലെ സൗഭാഗ്യത്തിലേക്കും ഒക്കെ എത്താൻ പറ്റും. റസാലിമാം ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയാണ് നമ്മൾ, നീ ആരാണ്? നീ മൃഗമാണെങ്കിൽ നിന്റെ വിജയം എന്ന് പറയുന്നത്, നിന്റെ സാഹചര്യത്തിൽ നിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭക്ഷണം കിട്ടുക, ഇതൊക്കെയാണ്. എന്നാൽ ഫിരിസ്തകാൻ, മലക്കുകളുടെ ഭക്ഷണം, സാഹചര്യത്തെ ഈശാൻ, അവരുടെ വിജയം എന്ന് പറയുന്നത് മുശാഹദയെ ജമാലെ ഹസ്രത്തെ ഇലാഹി, അല്ലാഹുവിന്റെ ആ ഒരു ജമാല് കാണുക എന്നതാണ്. ഇതും നിന്നിലുണ്ട്. മനുഷ്യനിൽ സാധാരണ പറയാറുണ്ട് മലക്കീയത്തും അതേപോലെ ബഹീമിയത്തും ഉണ്ട്. നമ്മൾ ഒരേ സമയം മൃഗമാണ്, അതേസമയം നമ്മൾ മലക്കുമാണ്. അപ്പൊ നമ്മൾ മലക്കീയത്താണ് നാം എങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മുശാഹദയെ ജമാലെ ഹസ്രത്തെ ഇലാഹി, അല്ലാഹുവിന്റെ ആ ഒരു ജമാല് ദർശിക്കുക.
അവർക്ക് ഈ മൃഗീയ സ്വഭാവങ്ങൾക്കൊന്നും അവരിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ അവർക്ക് പിന്നെ ഭക്ഷണം കിട്ടിയോ ഇല്ല എന്നുള്ളത് വിഷയമല്ല. പിന്നെ ദേഷ്യം ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അതൊന്നും അവർക്ക് വിഷയമല്ല. അപ്പൊ അഗർത്തു ഫരിസ്തെ ഗൗഹരീദർ അസ്ലഹീഷ്, ഈ നിന്റെ അടിസ്ഥാനപരമായി ഒരു മാലാഖയുടെ സ്വഭാവമുള്ള ആളാണെങ്കിൽ, അഗർത്തു ഫരിസ്തെ ഗൗഹരി അസ്ലഹീഷ്, ഈ മലക്കിയത്താണ് നിന്റെ യഥാർത്ഥ സ്വഭാവമെങ്കിൽ, ജുഹുദെ ആൻകുൻ, നീ കഠിനാധ്വാനം ചെയ്യേണ്ടത് താ ഹസ്രത്തെ ഇലാഹിയത്രാ ബിശിനാസ്, അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നീ എന്താകേണ്ടത്, കഠിനാധ്വാനം ചെയ്യേണ്ടത്. ഇത് അവസാനം പറഞ്ഞു വരുന്നത് നമ്മുടെ സഹായത്ത് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. നമ്മുടെ സ്വന്തം ശരീരത്തെ ആ ഒരു ജമാലിലേക്ക്, അള്ളാഹുവിൻ്റെ ആ ഒരു മനോഹാരിത ജമാൽ, അതിലേക്ക് വഴി വെട്ടിത്തെളിക്കുക. നമുക്ക് എല്ലാവരും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സ്വന്തം ശരീരത്തെ ഷഹ്വത്തും അതേപോലെ ദേഷ്യത്തിൽ നിന്നൊക്കെ സ്വന്തം ശരീരത്തെ ഖലാസ്തഹി നീ രക്ഷപ്പെടുത്തണം. ഒത്തലബെ ആൻകുൻ, പിന്നെ നീ ശ്രമിക്കേണ്ടത് അപ്പൊ പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിഫാത്തെ ബഹായിമോ സിബാറ, ഈ മൃഗങ്ങളുടെയും വന്യജീവികളുടെയും ഒക്കെ സ്വഭാവങ്ങളെ ദർത്തു നിന്നിൽ ബെറോയച്ചേ എന്തിനു വേണ്ടിയാണ് ആഫ്രീദെ എന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്? അപ്പൊ നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ മലക്കുകളെ സ്വഭാവമാണ് നമ്മുടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് നമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളുടെ സ്വഭാവം സൃഷ്ടിച്ചു എന്ന് നീച്ചിട്ടാണ്. അത് സൃഷ്ടിച്ചത് ഈശാൻ ബറായ ആൻ ആഫ്രീദയാണ്. ഇവയെ ഈശാൻ പറഞ്ഞ ഇവ എന്നാണ്. ഇവയെ ബറായ ആൻ അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. താ തുറാ അസിയർ കുലത്ത്, അവ നിന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്? അവ നിന്നെ അവയുടെ സേവകന്മാരാക്കി മാറ്റാൻ വേണ്ടിയാണോ? രാവും പകലും അവ നിന്നെ കീഴടക്കാൻ വേണ്ടിയാണോ? ഇവിടെ റസാലി ഇമാം ചോദിക്കുന്നത്, മൃഗീയ സ്വഭാവങ്ങൾ അല്ലാഹു തആല നിന്നിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അവ നിന്നെ കീഴടക്കാൻ വേണ്ടിയാണോ, അല്ല നീ അവയെ കീഴടക്കാൻ വേണ്ടിയാണോ? ഇവ നമ്മെ കീഴടക്കേണ്ടത് അവയെയാണ് കീഴടക്കേണ്ടത്. അതാണ് റസാലി ഇമാമിനോട് ചോദിക്കുന്നത്. യാ, അപ്പോ അവ നിന്നെ കീഴടക്കാൻ വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്? യാ, അതല്ലെങ്കിൽ നീ അവയെ കീഴടക്കാൻ വേണ്ടിയാണോ നിനക്ക് മുന്നിലേക്ക് വരാനുള്ള ഈ യാത്രയിൽ ഈശാന്ത സുഹ്റാഗീനി ഇവയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്? അവയിൽ നിന്ന് ഓരോന്നിൽ നിന്നും അപ്പോൾ അവയെ നമ്മളെന്താക്കുക, നമ്മുടെ സേവകന്മാരാക്കി മാറ്റാം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വാഹനങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കുക. വക്കീൽ റോസി ചന്ദ് കെ ദരീൻ മൻസിൽ കോ ബാഷി ഈശാംബ ബിക്കോർദാരി. വക്കീൽ റോസി ചന്ദ്, ഈ ഏതാനും ദിവസങ്ങൾ ദരീൻ മൻസിൽ കോ, ഈ ലോകത്ത് ബാഷി നീ താമസിക്കുമ്പോൾ ഈശാന്ത ഇവയെ ബിക്കോർദാരി നീ എന്താക്കുക, പണിയെടുക്കും. അപ്പൊ നമ്മിൽ ഒരുപാട് മൃഗീയ സ്വഭാവങ്ങളുണ്ട്. അതിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് കുറഞ്ഞ കാലം നമ്മളിവിടെ ജീവിക്കും. ആ ജീവിക്കുന്ന സമയത്ത് അവ നമുക്ക് എന്താകണം, നമ്മുടെ പല കാര്യങ്ങൾക്കും അവയെ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. അങ്ങനെയാകുമ്പോൾ നിന്റെ ഹാപ്പിനെസിന്റെ, നിന്റെ വിജയത്തിന്റെ വിത്ത് മുആവനത്തെ ഈശാൻ, ഇവയുടെ സഹായത്തോടെ നിനക്ക് വേട്ടയാടാൻ സാധിക്കും. ഈ ഒരു പാരഗ്രാഫ് കൂടെ കഴിഞ്ഞാൽ അവസാനിപ്പിക്കും. കുറച്ചുകൂടെ നേരെ കാണാം. അപ്പൊ അങ്ങനെ വിജയം എന്ന് പറയുന്നത് അതിന്റെ വിത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവയെ നമ്മുടെ കാലിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും.
വാലിൻ്റെ അടിയിലേക്ക് അങ്ങനെ ഇവയെ കീഴ്പ്പെടുത്തും. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത് പിന്നെ അവയെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വിജയത്തിന്റെ നമ്മുടെ വിജയം നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ വിജയത്തിന്റെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഖറാർഗാഹി, ആ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് ആണ് ഇബാറത്തെ ഹവാസ്. വലിയ വലിയ മഹാന്മാരൊക്കെ അതിന് പേര് പറയുന്നത് ഹസ്രത്തെ ഇലാഹിയത്ത്, അല്ലാഹ് എന്നാണ്. അപ്പോൾ ഇബാറത്തെ അവാ സാധാരണക്കാർ അതിന് പേര് പറയുന്നത് ബഹിഷ്ത്, സ്വർഗം എന്നാണ്. അപ്പോൾ വലിയ വലിയ മഹാന്മാരൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്. സാധാരണക്കാർ പറയും സ്വർഗമാണ്. അപ്പോൾ പിന്നെ സൂഫിന്റെ അയലാദർജയിലെത്തിയ ആളുകൾക്ക് സ്വർഗം കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല അവരുടെ വിഷയം, അള്ളാഹുവിനെ കിട്ടുക എന്നതാണ് അവരുടെ വിഷയം. ആദ്യത്തിലൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗം നീ ആർക്ക് കൊടുത്താലും വേണ്ടില്ല, എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മൻസിൽ ഗാഹി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നീ എന്താക്കണം? തിരിച്ചറിയണം. അങ്ങനെയാകുമ്പോൾ അപ്പം നമുക്ക് പറയാൻ പറ്റും നിനക്ക് നിന്നെ കുറിച്ച് ഒരല്പമെങ്കിലും എന്തായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ഇത് തിരിച്ചറിയാത്ത ഓരോരുത്തരും അവന്റെ നസീബ് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് അവന്റെ നസീബ് എന്ന് പറഞ്ഞാൽ ഖുശൂർ ഉപയോഗിച്ച് വെറും തൊലി മാത്രമാണ്. ദീനിന്റെ അകക്കാമ്പിനെ തൊട്ട് അവൻ അവനെന്താണ്? അവനെ വളർത്തപ്പെട്ടവനാണ്. അതായത് ദീനിന്റെ അകക്കാമ്പിലേക്ക് എത്താൻ അവന് സാധിച്ചിട്ടില്ല. അവൻ വെറും തൊലിപ്പുറത്ത് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അതാണ് ഇപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിങ്ങനെ വിശദമായി പോവുകയാണ്. ഞാൻ ഇന്ന് ഇതിന്റെ ആ ഒരു വരുമാന അവൽ അത് മാത്രമാണ് വായിച്ചത്. ഏകദേശം 900 പേജ് വരുന്ന വളരെ കിതാബാണ്. അതിന്റെ PDF ആണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതിന്റെ ഒരു തുർക്കിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒഴിവ് പോലെ നിങ്ങൾ ഈ ഭാഗം വിശദമായി വായിച്ച് ചിന്തകളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത്തരം ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ കൂടുതൽ വായിക്കാൻ, അത് കൂടുതൽ ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ കഴിഞ്ഞു പോയ ഒരുപാട് സൂഫി വര്യന്മാർ, ധാരാളം കിതാബുകൾ, അതുപോലെ ഒരുപാട് പാരിസി ഭാഷയിൽ തന്നെ നിരവധി എഴുതിയിട്ടുണ്ട്. ഈ വിനീതൻ തന്നെ ഇപ്പോൾ മാസികയിലൂടെ ഇന്ത്യൻ സൂഫികളുടെ ഒരു പരമ്പര എഴുതുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വായിക്കുമ്പോഴാണ് ഓരോ സൂഫി വര്യനും അവർ എഴുതിയ ഗ്രന്ഥങ്ങളുടെ ആ ഒരു വലുപ്പവും ആധിക്യവും കാണുമ്പോഴാണ് ശരിക്കും ഒരു ഭാഷയുടെ മഹത്വവും അത് നമ്മളെ മുസ്ലിമീങ്ങളുടെ ഒരു പൈതൃകമായിരുന്നു, അത് നമുക്കൊരിക്കലും കൈമോശം വരാൻ പാടില്ലായിരുന്നു എന്ന ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും കൂടുതൽ ഈ ഭാഷയിൽ ഇതുപോലെയുള്ള ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളൊക്കെ ഒഴിവ് പോലെ നമുക്ക് കേൾക്കാനുമായി ഹർഫ് ബൈ ഹർഫ്, വേർഡ് ബൈ വേർഡ് വായിച്ചുകൊണ്ട് ഇത്തരം മഹാന്മാരുടെ ചിന്തകളിലേക്ക് നമുക്ക് എത്താവുന്നതാകട്ടെ. നമ്മൾ ഏകദേശം 7:30 തുടങ്ങി 9 മണി സമയമായി കുറേ നേരം സദസ്സിൽ ശ്രമിച്ചിരുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കുറച്ചു നേരം ഇത് പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് അവസാനിപ്പിക്കാം. ലോകത്താലായിരിക്കും. ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാനുണ്ടെങ്കിൽ ഇടപെടാനുള്ള സമയമാണ്.
അസാൽ ഇമാമിന്റെ ബാക്കിയുള്ള കിതാബുകളൊക്കെ കാര്യമായിട്ട് അറബിയിലല്ലേ വരുന്നത്. ഇത് മാത്രം അല്ലെങ്കിൽ പേർഷ്യനിൽ വരാനുള്ള ഒരു കാരണം, കീമിയ ഉസ്താദൊക്കെ പേർഷ്യനിലാവാനുള്ള കാരണം? ഗസാലി ഇമാമ് ശരിക്കും പറഞ്ഞാൽ അധിക കിതാബുകളും അറബി ഭാഷയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫാരിസിയിൽ വേറെ 1-2 കിതാബുകളൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഗസാലി ഇമാം ശരിക്കും ഇറാനാണല്ലോ ഏരിയ. അപ്പോൾ ഇറാൻ അറബിയിൽ എഴുതിയിട്ട് അത് പൊതുജനങ്ങൾക്ക് കൂടെ മനസ്സിലാകുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു സംക്ഷിപ്തം ഫാരിസി ഭാഷയിൽ എഴുതിയതാകാനുള്ള സാധ്യത ആ രൂപത്തിലാണ്. അത് പിന്നെ ആ കാലത്തുണ്ടായിരുന്ന വേറെയും പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ റാസി ഇമാമും ഒക്കെ ഫാരിസി ഭാഷയിൽ കിതാബ് എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണും. അതുപോലെ പല തഫ്സീർ ഗ്രന്ഥങ്ങളിലും പേർഷ്യൻ കവിതകളും അതേപോലെ സന്ദേശങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും ആ കാലഘട്ടത്തിലെ പൊതുജനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതാണ് നിഗമനം. പിന്നെ ചാറ്റ് ബോക്സിലും ചോദ്യം വന്നിട്ടുണ്ട്, കീമിയ എന്നുള്ള വേർഡ് ഫാരിസി വേർഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. കീമിയ എന്നത് ഫാരിസിയിൽ ഉപയോഗിക്കാറുണ്ട്, പിന്നെ അത് അറബിയിലും ഉപയോഗിക്കാറുണ്ട്. അതന്നെയാണ് ശരിക്കും ഇംഗ്ലീഷിൽ അൽക്കമി എന്ന് പറയുന്നത്. ഫാരിസി ഭാഷയും അറബി ഭാഷയും തമ്മിൽ വലിയ സാമീപ്യം. കുറേ വേർഡുകൾ ഫാരിസിയിൽ നിന്ന് അറബിയിലേക്ക് വന്നിട്ടുണ്ട്, അറബിയിൽ നിന്ന് ഫാരിസിയിലേക്ക് അങ്ങോട്ടും പോയിട്ടുണ്ട്. അതിൻ്റെ ആ വേർഡിൻ്റെ കൂടുതൽ റൂട്ടുകളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടില്ല. ഏതായാലും 2 ഭാഷയിലും അത് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലെ സൂഫികൾ എന്തിനാണ് പേർഷ്യൻ ഭാഷയിൽ രചന നടത്തുന്ന കാര്യം? ഇവിടെ ജനങ്ങളുടെ ഭാഷ ഹിന്ദി, ഉറുദു ഒക്കെ ആണല്ലോ. പിന്നെ പേർഷ്യൻ ഭാഷ രചന നടത്തുന്നതിന് കാരണം എന്തായിരിക്കും? ഇന്ത്യൻ സൂഫികൾ, അതായത് നമ്മളെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഭാഷ ശരിക്ക് ഫാരിസി ആയിരുന്നു ഒരു 200 വർഷം മുമ്പ് വരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മളൊരു പൈതൃക ഭാഷയാണ് ഫാരിസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജ്റ 1200 ആ സമയം. 1400-ലാണ്. അപ്പൊ ഒരു 200-250 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മുഗൾ രാജവംശത്തിന്റെ ഔറംഗസേബിന്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മാതൃഭാഷ ഫാരിസിയായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ രേഖകളൊക്കെ പേർഷ്യൻ ഭാഷയിലായിരുന്നു. ടിപ്പു സുൽത്താന്റെ പല രേഖകളും, ഒരാളെ ടിപ്പു സുൽത്താന്റെ സ്വാഭിനാമ എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് ഫാരിസി ഭാഷയിലാണ്. അതേപോലെ അബ്ദുൽ ഹക്ക് ദഹ്ലവി, അദ്ദേഹം ഇവിടെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ പൊതുജനങ്ങളുടെ ഭാഷ എന്ന നിലയിൽ ഫാരിസി ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതിയത്. ഇഷ്കാത്തിൽ തന്നെ അബ്ദുൽ ഹക്ക് ദഹ്ലവി അറബിയിലൊരു ഷറഹ് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഫാരിസിയിലും ഒരു ഷറഹ് എഴുതി, അശിഫത്തുൽ ലമഅത്ത് എന്ന പേര്. അപ്പൊ അതിനൊക്കെ കാരണം അന്നത്തെ ഇവിടെ ജനങ്ങളുടെ ഭാഷ ഫാരിസി ആയിരുന്നു. ഈവൻ നമ്മുടെ താലൂര് വലിയകുളങ്ങര പള്ളിയിലുള്ള ചില കിതാബുകളിലൊക്കെ ഇതിന്റെ ചട്ടങ്ങളിൽ ഈ കിതാബുകളുടെ വഖഫ് ചെയ്തത് ഇന്ന ആളാണ് എന്നത് ഫാരിസി ഭാഷയിലാണ് എഴുതി വെച്ചത്. അപ്പൊ അത്രയും നമ്മുടെ നാടുകളിൽ നമ്മുടെ ഒരു മാതൃഭാഷ ഇന്ന് ഉറുദു ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയായിട്ട് അതായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ ഇന്നത് ക്രമേണ ഹിന്ദുസ്ഥാനിയിലേക്കും ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും പരിണമിച്ചപ്പോൾ ഈ പേർഷ്യൻ സാഹിത്യങ്ങൾ മൊത്തം നമുക്ക് അന്യമായി പോയി എന്നതാണ് വേദനാജനകമായ വസ്തുതയായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് പേർഷ്യൻ കാര്യമായി ഉപയോഗിക്കുന്നത് ഷിയാക്കളാണ്. സുന്നികൾക്ക് അതിൽ കാര്യമായ പങ്കില്ലേ? ഫാരിസി ഭാഷയായിട്ട് ഇന്ന് ഇറാനിലാണ് അത് മാതൃഭാഷയായി ഉപയോഗിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ. പക്ഷേ നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഒരു ഫാരിസി ഭാഷ ജീവിപ്പിക്കണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരിക്കലും അതിൻ്റെ ഒരു
സ്പോക്കൺ രീതി പഠിക്കണം എന്നതല്ല, മറിച്ച് നമ്മൾ പറയുന്ന മഹാന്മാരായ സൂഫിവര്യന്മാരും അവരൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് രചനകൾ, ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ ഫാരിസി ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അതൊക്കെ വായിച്ചെടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്ലാസിക്കൽ ഫാരിസി ഭാഷ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഈ കാര്യമാണ്. ആ നിലയിലാണ് നമ്മൾ ആ ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നമ്മൾ തീരെ എഴുതി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഷിയാക്കളത് പറയുന്നു എന്നതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഷിയാക്കളായി പോകില്ല. പക്ഷേ നമ്മുടെ മഹാന്മാരായ സൂഫിവര്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളെ മുതൽ ചിശ്തി സിൽസിലയിൽ വരുന്ന ഒരുപാട് മഹാന്മാർ, ധാരാളം കിതാബ്, ഒന്നും രണ്ടുമല്ല. ഗുൽബർഗയിലുള്ള യേസൂദറാസ്, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ചിശ്തി സിൽസില പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സ്വാധീനമുള്ള മഹാനാണ് യേസൂദറാസ്. അദ്ദേഹത്തിന് 150ഓളം ഗ്രന്ഥങ്ങൾ ഫാരിസി ഭാഷയിൽ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായം. അതൊക്കെ ഒന്ന് വായിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക എന്നതാണ് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്.